നമസ്കാരം. സമുദ്രത്തിന്റെ തിരമാലകൾക്ക് പോലും ഇപ്പോൾ അസ്വാഭാവികമായ ഒരു നിശബ്ദതയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന ഓരോ കപ്പലും ഭയത്തിന്റെ നിഴലിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആകാശത്തെ ഡ്രോണുകളുടെ മുഴക്കം, കടലിൽ മൈനുകളുടെ ഭീഷണി, കരയിൽ യുദ്ധസന്നാഹങ്ങൾ. പശ്ചിമേഷ്യയിൽ നിന്നൊരു വെടിക്കോപ്പയുടെ മുകളിൽ ഇരിക്കുന്നത് പോലെയുള്ള അവസ്ഥയിലാണ്. ഒരു തെറ്റായ തീരുമാനം, ഒരു തെറ്റായ ആക്രമണം, ഒരു പരാജയപ്പെട്ട ചർച്ച, അത് ലോകത്തെ മറ്റൊരു വലിയ യുദ്ധത്തിന്റെ ഇരുട്ടിലേക്ക് തള്ളിയേക്കാം. ഇറാനുമായുള്ള വെടിനിർത്തൽ നീട്ടുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ചു ചേർത്ത നിർണായക യോഗം വ്യക്തമായ തീരുമാനമില്ലാതെ അവസാനിച്ചതോടെ യുദ്ധത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ശക്തമായിരിക്കുകയാണ്. കരാർ ഒപ്പിടുക അല്ലെങ്കിൽ യുദ്ധത്തെ നേരിടുക എന്ന അമേരിക്കൻ മുന്നറിയിപ്പ് ഒരു നയതന്ത്ര പ്രസ്താവന മാത്രമല്ല, ചർച്ചകൾ പരാജയപ്പെട്ടാൽ മുന്നിലുള്ള ദിവസങ്ങൾ എത്ര ഭീകരമാകാമെന്ന സൂചന കൂടിയാണ്. ഇറാനുമായുള്ള വെടിനിർത്തൽ നീട്ടുന്നതിനെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത യോഗം തീരുമാനമെടുക്കാതെ പിരിഞ്ഞതിന് പിന്നാലെ ഭീഷണിയുമായി US. ഇറാൻ ഒന്നുകിൽ കരാറിൽ ഒപ്പിടണം അല്ലെങ്കിൽ യുദ്ധവിഭാഗത്തെ നേരിടണമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ആണ് പറഞ്ഞത്. ഇറാൻ ഞങ്ങളുടെ വഴിക്ക് വരികയാണ്, ചർച്ചകൾ നന്നായിരുന്നു, എന്നാൽ ഇറാൻ കരാർ ഒപ്പിടുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ യുദ്ധവിഭാഗത്തെ നേരിടുകയോ വേണമെന്നും ഹെക്സത്ത് കൂട്ടിച്ചേർത്തു. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിയ കപ്പലുകൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ സമയമായി എന്ന് ചർച്ചയ്ക്ക് മുൻപ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് വലിയ പ്രതീക്ഷ നൽകിയിരുന്നു. ആവശ്യങ്ങൾ ഇറാൻ അംഗീകരിക്കുകയാണെന്ന സൂചനയും നൽകി. എന്നാൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കാമെന്നോ ഹോർമൂസ് നിരപരാധികം തുറക്കാമെന്നോ സമ്മതിക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കി. വെടിനിർത്തലിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല എന്നും അറിയിച്ചു. US-ഉമായി ധാരണയിലെത്തണമെങ്കിൽ ലെബനനിൽ ഇസ്രയേൽ വെടിനിർത്തണമെന്ന നിബന്ധന കൂടി ഇറാൻ മുന്നോട്ട് വെച്ചതായാണ് സൂചന. അതിനിടെ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവും നടത്തിപ്പും നിയമത്തിലൂടെ സ്വന്തമാക്കാൻ ഇറാൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് സംബന്ധിച്ച നിയമത്തിന്റെ കരട് ഉടൻ വോട്ടിനിട്ട് നിയമമാക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നതായി പ്രസ് ടിവിയാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ മൈനുകളെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ ഒഴുകി നടക്കുന്നതായും കടലിൽ സഞ്ചരിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നും ഒമാൻ മാരിടൈം സുരക്ഷാ വിഭാഗവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒമാന്റെ പരിധിയിൽ വരുന്ന ഹോർമൂസ് കടലിടുക്കിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മൈനുകളാണെന്ന് കരുതുന്ന വസ്തുക്കൾ പൊങ്ങിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ നാവികർ, മത്സ്യത്തൊഴിലാളികൾ, കപ്പലുകൾ എന്നിവ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സംശയം തോന്നുന്ന വസ്തുക്കളിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കുകയും ബന്ധപ്പെട്ട അധികാരികളെ വിവരം അറിയിക്കുകയും വേണമെന്ന് ഒമാൻ മാരിടൈം സെക്യൂരിറ്റി Xൽ അറിയിച്ചു. ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി ഹോർമൂസ് കടലിടുക്കാണ്. ലോക എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു വിഹിതം കടന്നു പോകുന്ന ഈ കടൽപാതയെ നിയന്ത്രിക്കാനുള്ള രാഷ്ട്രീയവും സൈനികവുമായ പിടിവലി കൂടുതൽ രൂക്ഷമാവുകയാണ്. ഹോർമൂസിന്റെ നിയന്ത്രണവും നടത്തിപ്പും നിയമപരമായി സ്വന്തമാക്കാൻ ഇറാൻ ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ അത് വെറും ആഭ്യന്തര നിയമനിർമ്മാണമല്ല, ലോക സമ്പദ് വ്യവസ്ഥയുടെ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കാനുള്ള തന്ത്രപരമായ നീക്കമായാണ് പലരും കാണുന്നത്. ഇതിലേക്ക് മറ്റൊരു അപകടകരമായ ഘടകമായി ലെബനൻ വിഷയവും കടന്നുവരുന്നു. ലെബനനിൽ ഇസ്രയേൽ വെടിനിർത്തൽ പാലിക്കണമെന്ന നിബന്ധനയും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നുവെന്ന റിപ്പോർട്ടുകളുണ്ട്. അതായത് ഇനി യുദ്ധം അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല, ഇസ്രയേൽ, ലെബനൻ, ഹിസ്ബുള്ള, ഗൾഫ് രാജ്യങ്ങൾ എല്ലാവരുടെയും ഭാവി ഈ ചർച്ചകളുടെ ഫലത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. യുദ്ധത്തിന്റെ ഏറ്റവും ഭീകരമായ മുഖം പലപ്പോഴും വെടിവെച്ചകളിലല്ല, മറിച്ച് അനിശ്ചിതത്വത്തിലാണ്. ഇന്ന് ലോകം നേരിടുന്നതും അതുതന്നെയാണ്. സമാധാന ചർച്ചകൾ തുടരുന്നുവെന്ന് പറയുമ്പോഴും കടലിൽ മൈനുകൾ പൊങ്ങിക്കിടക്കുന്നു. വെടിനിർത്തൽ നിലവിലുണ്ടെന്ന് പറയുമ്പോഴും സൈനിക മുന്നറിയിപ്പുകൾ ഉയരുന്നു. സംഭാഷണത്തിലെ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിലും അതിന്റെ മറുവശത്ത് ഇപ്പോഴും യുദ്ധത്തിന്റെ നിഴൽ നിൽക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഒരു നിർണായക വഴിത്തിരിവിലാണ്. സമാധാനത്തിലേക്കോ അതോ കൂടുതൽ ഭീകരമായ യുദ്ധത്തിലേക്കോ എന്നത് ഇനി തീരുമാനിക്കുക രാഷ്ട്രീയ നേതാക്കളുടെ വാക്കുകളല്ല, അവരുടെ അടുത്ത നടപടികളായിരിക്കും. കാരണം ഹോർമൂസിൽ ഉയരുന്ന ഓരോ തിരമാലയും ഇപ്പോൾ ഒരു കടലിന്റെ ചലനമല്ല, ലോകത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. ഫിഫ്ത് ആനന്ദ് TV ഫിലിം അവാർഡ്സ് ജൂൺ 13 അപ്പോളോ മാഞ്ചസ്റ്ററിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് ടിക്കറ്റ്സ് കോൾ 020-8548-4897.